ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബത്ത് കേഫ് എന്നുള്ള ക്ഷേത്രത്തിലേക്കാണ്. അതെ, ബത്ത് കേഫ് എന്നുള്ള ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മലേഷ്യത്തെ ഒരു വലിയ ക്ഷേത്രമാണ് ബത്ത് കേഫ് എന്നാണ് ഇവിടെ പറയാം. ഈ ക്ഷേത്രമാണ് നമ്മൾ വ്ലോഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോയിലേക്ക് തുടങ്ങാം. ഞങ്ങൾ വലിയ ക്ഷേത്രമാണ് ഗൈസ്, രണ്ട് ഭാഗത്തുണ്ട്. ഇതൊരു ക്ഷേത്രവും പിന്നുള്ളത് ഇതിൻ്റെ മേലോട്ടേക്കൊക്കെ കയറാനുണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ കയറിയില്ല, കുറച്ച് നേരം വൈകി പോയിരുന്നു. ഒരു 6 മണി 6:30 കഴിയുന്നു മലേഷ്യത്തെ ടൈം. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ വലിയ ശില്പത്തിനെ കണ്ടില്ല. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ ബാക്കിലും ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. 2 ക്ഷേത്രമുള്ളത്. പിന്നെ കുറേ റെസ്റ്റോറൻ്റ് ഉള്ള ഭാഗങ്ങൾ ഇതാണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്, ഹോട്ടല് ഒക്കെ ഉള്ള പാർക്കുകളാണ്. ഇതിൻ്റെ മേലെ കണ്ടോ, അതുപോലെ കുറേ നടക്കാണ്ടിട്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. വലിയ ശില്പം അതുകൊണ്ട് കണ്ടില്ലേ, വലിയൊരു ശില്പമാണ്. അപ്പോൾ ഈ വ്ളോഗാണ് ഇപ്പോൾ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇത്രപോലെ ചിത്രങ്ങളാണ് ഗൈസ്, നമുക്ക് ഇത്രപോലെ ചിത്രങ്ങളാണ്. പെയിൻ്റ് കൊടുത്താണോ നമുക്ക് തോന്നുന്നത് ഗൈസ്. എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് അത്ഭുതമായി തോന്നുന്നത്. അതുകൊണ്ട് ഇത്രപോലെ ശില്പങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് അത്ഭുതമായി തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കാണിക്കാം. അങ്ങനെ നമുക്ക് കണ്ടോ, ഇത്രപോലെ ശില്പങ്ങളാണ് ഗൈസ്. കുറേ ശില്പങ്ങളുണ്ട്, ഒക്കെ പെണ്ണുണ്ട്, ആണുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് അത്ര അത്ഭുതമായി തോന്നുന്നത്. ഒന്നുകൂടി പറയണം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനാണ്. ഈ ഇതാണ് ഡൊണേഷൻ, പൈസ ഇടാനുള്ള കുറ്റിയാണ് കേട്ടോ. നമ്മളെ പള്ളിക്കൊക്കെ വന്നില്ലേ, അതേപോലത്തെ ഒരു പള്ളിക്ക് നമ്മൾ കാണാൻ ചെറിയ ചെറിയ കുറ്റികളാണ്. പക്ഷെ ഇവിടെ കൊണ്ടില്ല, ഇത്ര വലിയ കുറ്റികളാണ്. പിന്നെ സ്കാൻ ചെയ്ത് കണ്ട് പൈസ എടുക്കാനുള്ള കുട്ടിക്കുന്നു. പിന്നെ മേലോട്ട് കൊണ്ട് നമ്മൾ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ ഗൈസ്. നമുക്ക് എത്ര വലിപ്പം നോക്കുക ഗൈസ്. ഞങ്ങളെ ഫ്ലാറ്റിൽ നിന്നൊക്കെ ഇത് കാണാൻ പറ്റും ഗൈസ്. ഇത്ര വലിപ്പം നോക്കും. പിന്നെ അവിടെ ഇതൊക്കെ സഹായിച്ച ആൾക്കാരെ പേരാണെന്നൊക്കെ തോന്നുന്നത് നമുക്ക് എഴുതി വെച്ചാണ്. പിന്നെ തമിഴിലൊക്കെ എഴുതി വെച്ചാണ്. ഇവിടെ തമിഴാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ആൾക്കാർ കൂടുതലും പറയാം തമിഴാണ്. പിന്നെ ഞങ്ങളുടെ KLCC ടിൻ ടവറിൻ്റെ, പെട്രോണസ് ടിൻ ടവറിൻ്റെ ശില്പങ്ങൾ. ഇതിന് ഒന്നിന് വരുന്നത് 16 റിങ്കിറ്റാണ്. 16 റിങ്കിറ്റ് വെള്ളി. അപ്പോൾ അതിന് വരുന്നത് ഒരു അങ്ങനെ കുറേ ശില്പങ്ങളെ കണ്ടില്ലേ. അല്ല, അതെ, കുറേ തൂക്കുന്ന ചെയിൻ കണ്ടില്ലേ. ഇതൊക്കെ തൂക്കുന്ന ചെയിനാണ്, നമ്മൾ ചാവുമ്പോഴൊക്കെ തൂക്കാറുണ്ട്. KLCC ടിൻ ടവർ ശില്പത്തിൻ്റെ ചെയിന്. പിന്നെ കൊണ്ട് ഇത്ര പോലെ ഇതാണ് ശില്പങ്ങൾ. അതേപോലെ ക്രിയേറ്റ് ചെയ്ത് കണ്ട് വിൽക്കാൻ വെച്ച് കണ്ടോ, അതേപോലെ ക്രിയേറ്റ് ചെയ്ത് കണ്ട് വിൽക്കാൻ വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. പിന്നെ പെട്രോണസ് ടിൻ ടവറിൻ്റെ ചെയിനുകളൊക്കെ ഉണ്ടോ, അതൊക്കെ എത്രപോലെ ശില്പങ്ങളാണ്. ഇതൊക്കെ ബത്ത് കേവിൻ്റെ ആ ശില്പമാണ് കേട്ടോ. ഫുൾ അതേപോലത്തെ ശില്പമാണ് ഞാൻ കാണിക്കുന്നത്. ഒക്കെ മലേഷ്യത്തെ ടിൻ ടവർ നോക്കുക, പെട്രോണസ് ടിൻ ടവറൊക്കെ ഇനി അങ്ങനത്തെ ശില്പങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ചൈനീസ് ആൾതാണ് കേട്ടോ. ചൈനീസ് സോളാർ ടൗണാണ് ഉണ്ടോ, എയറേഷ്യൻ്റെ ഫ്ലൈറ്റ്. പിന്നെ ഇവിടുത്തെ കമ്മലാണ് ഒക്കെ ഇവിടുന്ന് മേടിച്ചത്. ഉണ്ട് US, അമേരിക്കൻ്റെ കമ്മൽ, ചൈനൻ്റെ, അങ്ങനെ കുറേ രാജ്യത്തിൻ്റെ കമ്മലുള്ളുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇണങ്ങി
ശില്പത്തിൻ്റെ വിലയൊക്കെ നോക്കുന്നു ഗൈസ്. ഈ ശില്പത്തിന് വരുന്നത് 190 രൂപയാണ്. റിങ്കിറ്റാണ്ടോ 150 റിങ്കിറ്റൊക്കെയാണ് ഈ ശില്പത്തിന് വരുന്നത്. ഈ ഒരു ചെറിയ ശില്പത്തിന് വരുന്ന 80 റിങ്കിറ്റാണ് ഗൈസ്. പിന്നെ ഏറ്റവും ചെറുതിന് 18 റിങ്കിറ്റ്. പിന്നെ അതിൻ്റെ മീഡിയം സൈസ് 30 റിങ്കിറ്റാണ് കേട്ടോ ഗൈസ് വരുന്നത്. അതിൻ്റെ കുറച്ചും കൂടി വലുതുള്ളത് 60 റിങ്കിറ്റാണ്. ഇതുകൊണ്ടാ ജഗ് ചിഹ്നം കാലത്തുള്ള ജഗ്ഗാണെന്ന് തോന്നുന്നു ഗൈസ്. എന്നതൊക്കെ ചൈനീസ് അല്ലാണ്. പിന്നെ ഞാൻ ഈ അമ്പലത്തിൽ കയറിട്ടോ ഗൈസ്. ഇവിടെ കയറണമെങ്കിൽ ഷൂ വെച്ച് വെക്കണം കേട്ടോ ഗൈസ്. പിന്നെ ഷൂ വെച്ച് വെക്കണം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സ്ഥലത്ത് കാണാൻ തോന്നിയത് ടൂറിസ്റ്റാണ് മാത്രമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ടൂറിസ്റ്റാണ് മാത്രമാണ് ഉള്ളത്. ഹിന്ദുക്കളൊക്കെ ഇവിടെ കുറവാണ്. ചിലപ്പോൾ ശനി ഞായർ നല്ല ആളുണ്ടാവും. കാരണം ഞങ്ങൾ വന്നത് ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ടാണ് കുറച്ച് ആളുണ്ടായിരുന്നത്. കുറേ ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഞായറാഴ്ച നല്ല ആൾക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ചൊവ്വാഴ്ച വന്നത്. നമുക്കൊരു സംശയമുണ്ട്. ഇതേപോലത്തെ ശില്പം, ഇതേപോലത്തെ ക്ഷേത്രം, ഇങ്ങനെ വൃത്തിയിലും ക്ഷേത്രം ഇങ്ങനത്തെ അതേപോലെ നേരത്തെ കണ്ടില്ലേ വലിയൊരു ശില്പം, അതേപോലെയൊക്കെ നാട്ടിലുണ്ടോ? എനിക്കറിയാത്തതുകൊണ്ടുണ്ടോ ഗൈസ്? നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് അല്ല എനിക്കെന്നാൽ മനസ്സിലാവുകയും ചെയ്യും ഇതേപോലത്തെ ക്ഷേത്രം ഉണ്ടോയെന്ന്. ശബരിമലയിലൊക്കെ എങ്ങനെ ഉണ്ടോ അറിയില്ല, ഞാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഫുൾ ശില്പങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ പരിപാടി എടുക്കാനുള്ള സ്റ്റേജ് ആട്ടോ ഗൈസ് ഇത്. ഈ ബത്തു കേഫ് എന്നുള്ള ഈ 8th പെപ്സി സ്പോൺസർ ചെയ്താണ്. പിന്നെ ഇതാ വേറെ ഒരു ശില്പം ഇവിടെ. ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.